ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവിലും നേന്ത്രപ്പഴമൊക്കെ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും എണ്ണ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അവിൽ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കയ്യിലെടുക്കുമ്പോൾ അവിലൊന്ന് പൊട്ടുന്ന പാകമാകുന്നത് വരെ ഒന്ന് വറുത്തിട്ടെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കിട്ടും. ഇതിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. തേങ്ങയും അവിലും എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ പാനിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ശർക്കര ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി തിളച്ച് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ശർക്കര ഇവിടെ നന്നായിട്ട് ഇനി തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിലും തേങ്ങയും ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അവിലും തേങ്ങയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ചെറിയൊരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്താൽ മതിയാകും. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോടു കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ 2 മിനിറ്റ് പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതും ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതുപോലെ അതും ഒരു ചെറിയ തരിതരിപ്പോടു കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഈ പഴമൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് പഴുത്ത പഴം എടുത്താൽ വേഗം തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും. പഴമെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഈ പഴമെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിതുപോലെ സ്പാച്ചില കൊണ്ട് ഉടച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം.
ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കണം. പഴമെല്ലാം നന്നായിട്ടിനെ ശർക്കര പാനിയിൽ ഒന്ന് മിക്സായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെയും അവിലിൻ്റെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായി കിട്ടും. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാവണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇനി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാവുന്നതുവരെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിവിടെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലുള്ള ഒരു മരുന്ന് കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് മിക്സ് വീതം അതിലേക്ക് വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും. വേഗം തന്നെ അത് ഇളകിപ്പോരും. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ